തല മുട്ടയടിച്ചിട്ടുള്ള സ്റ്റോറി ആയിരുന്നു. ഒരു ഫോട്ടോ. അപ്പൊ എല്ലാരും ചോദിച്ചു, ഒരുപാട് പേര് മെസ്സേജ് അയച്ചും. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കക്ഷിയെ നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ല. ശ്രീലക്ഷ്മി എന്നാണ് പേര്. ആള് വൈറലാകാൻ വേണ്ടി ഒരുപാട് പരിപാടികളൊക്കെ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ രേണുസുതിയെ കുറ്റമൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ അതൊന്നും അല്ല വിഷയം. പുള്ളിക്കാരി ഇപ്പോ തലമുണ്ടനം ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആദ്യം ഞാൻ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ കരുതി വല്ല എഫക്റ്റോ അല്ലെങ്കിൽ വല്ല ഫിൽറ്റർ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇട്ടതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അല്ല, ഒറിജിനലായിട്ട് പുള്ളിക്കാരി മുടി കളഞ്ഞിരിക്കുകയാണ്. പഴനി പോയിട്ടാണ്, ഒരു വഴിപാടിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ തല മുട്ടയടിച്ചിട്ടുള്ള സ്റ്റോറി ആയിരുന്നു, ഒരു ഫോട്ടോ. അപ്പം എല്ലാവരും ചോദിച്ചു, ഒരുപാട് പേര് മെസ്സേജ് അയച്ചും കോള് വിളിച്ചും വാട്സപ്പിലാണേലും ഫേസ്ബുക്കിലാണേലും ഇൻസ്റ്റാഗ്രാമിലാണേലും മെസ്സേജ് റിക്വസ്റ്റ് ആണേലും ഇത്രയും കാലം എനിക്ക് മെസ്സേജ് അയക്കാത്ത ആൾക്കാർ കൂടി എനിക്ക് എൻ്റെ മെസ്സഞ്ചറിൽ വരാത്ത ആൾക്കാർ കൂടി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, തല മുട്ടയടിച്ചോ എന്ന്. ഞാൻ തല മുട്ടയടിച്ചു. എല്ലാവർക്കും കൂടെ മെസ്സേജിൽ റിപ്ലൈ തരാൻ പറ്റാത്തതുകൊണ്ടാണ് ഓൺ വോയിസ് ഇടുന്നത്. ഞാനൊരു ഭയങ്കരമായിട്ട് മുരുകനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഒരു മുരുക ഭക്തയാണ്. അപ്പോൾ പഴനിയിൽ പോയിരുന്നു. അപ്പോൾ തലമുണ്ടനം ചെയ്തു. എന്നോട് കാര്യങ്ങളൊക്കെ തിരക്കി അന്വേഷിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക് യു, നന്ദി. എന്തായാലും ശ്രീലക്ഷ്മിയുടെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഞാനും റിയാക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം അവരുടെ ചില കോപ്രായങ്ങളും അതുപോലെ ചില വസ്ത്രധാരണത്തെ കുറിച്ചിട്ടൊക്കെ റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ രേണുസുതിയെ ദുബായിൽ പോയതിനെ കുറിച്ചിട്ടൊക്കെ ഈ പറയുന്ന ശ്രീലക്ഷ്മി ഭയങ്കര വിമർശിച്ചൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. രേണുസുതിയെ കുറ്റം പറഞ്ഞൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ഈ ശ്രീലക്ഷ്മി കുറച്ച് ഏറിൽ പോയതാണ്. പക്ഷെ എന്തായാലും ഇപ്പൊ അവര് തലയൊക്കെ മുട്ടയടിച്ച് കണ്ടപ്പോഴത്തേക്കും എന്ത് പറ്റിയെന്ന് ചിന്തിച്ചു പോയി. പിന്നെ അവരുടെ വീഡിയോസ് കണ്ടപ്പോഴാണ് മനസ്സിലായത് പഴനി പോയതാണ്, പഴനി പോയി വഴിപാടിന്റെ ഇതിലായിരിക്കും മുടി അങ്ങനെ മുട്ടയടിച്ചത്. എന്തായാലും ഒരു നല്ല കാര്യം തന്നെ. ഞാനും ഒരു മുരുക ഭക്തയാണ്. ഞങ്ങളും കഴിഞ്ഞ കുറച്ച് ഒരു 3-4 മാസങ്ങൾക്ക് മുന്നേ പഴനിയിൽ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും അത്രയും ഒരു ഭക്തി ഉള്ളത് കൊണ്ടാണല്ലോ അവര് തല അങ്ങനെ മുണ്ടനം ചെയ്തത്. അതല്ല അവര് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാളാണ്, ഒരു വൈറൽ താരമാണ് എന്നൊക്കെ കുറെ റീച്ചിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ അവരൊരിക്കലും അവരുടെ തല പൊട്ടയടിക്കില്ല. എന്തായാലും ഒരുപാടൊക്കെ അവർ വിമർശിച്ചിട്ടുണ്ട്. അങ്ങനെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും അതിനൊക്കെ അവർ അർഹയാണ്. കാരണം അവരുടെ ചില വേഷവിധാനങ്ങളും അതുപോലെ ചില പ്രവർത്തികളെയൊക്കെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവരുടെ ഈ മുടി കളഞ്ഞപ്പോഴത്തേക്കും കണ്ടപ്പോ എന്താണ് എന്ന് തോന്നി. അപ്പൊ അവര് തന്നെ അതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് പഴനി പോയിട്ട് മുടി കളയുന്നതും അതിന്റെ ഒരു കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല കാര്യം. ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചാണ്, ഒറ്റയ്ക്ക് ഇവിടെ വരെ എത്തിയാണ്, ഇപ്പോഴും ഒറ്റയ്ക്കാണ്, ഇനി അങ്ങോട്ടും ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവളാണ്. അപ്പൊ എപ്പോഴും ഒറ്റയ്ക്ക് മതി. ആരും വേണ്ട, ആരുടെ ആവശ്യം. താഴെ ഫ്ലവർ അല്ലടാ.